ജനാധിപത്യം സൂക്ഷ്മതലത്തിൽ വികസിച്ചു വരേണ്ടതുണ്ടെന്നും കുടുംബങ്ങളിൽ മുതൽ ജനാധിപത്യ സംസ്കാരം ഉണ്ടാകണമെന്നും പ്രമുഖ ഗാന്ധി മാർഗ പ്രവർത്തകൻ പി.വി. രാജഗോപാൽ പറഞ്ഞു. പാലാ ഗാന്ധി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യ ഇടങ്ങളുടെ വീണ്ടെടുപ്പ് ഗാന്ധിയൻ സമീപനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെ സ്വരം കേൾക്കാൻ ഭരണാധികാരികൾ തയ്യാറായില്ലെങ്കിൽ നിരന്തരമായ അഹിംസാത്മക സമരം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറെ ശക്തിയുള്ളവർ മാത്രം റെപ്രസെന്റ് ചെയ്യുന്നു, എല്ലാവരും റെപ്രസെന്റ് ചെയ്യുന്നു. Is it really representative democracy? അപ്പോൾ ഡെമോക്രസിയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും വളരെ ശക്തിയായി ഭംഗിയായി ചിന്തിക്കേണ്ട സമയമാണിത്. ഈ ഡെമോക്രസിയെ ശക്തിപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇപ്പോൾ പുതിയ ശബ്ദം എന്താണ്? ഡീപ്പനിങ് ഡെമോക്രസി. ഡെമോക്രസി വളരെ സൂപ്പർഫിഷ്യലായിട്ട് നടക്കുന്നു. ഡെമോക്രസി എന്ന ശബ്ദം ഉപയോഗിക്കുന്നു, വേണ്ടതൊക്കെ ചെയ്യുന്നു. അതിന് റൂട്ട് പിടിച്ചിട്ടില്ല. ആ ഡെമോക്രസിക്ക് റൂട്ടായിട്ടില്ല. അതിനെന്താ കാരണം? ഒരു കാരണം പറയുന്നത്, യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നമ്മളൊരു ഫ്യൂഡൽ സൊസൈറ്റിയിൽ ജീവിക്കുന്നത്. നമ്മൾ ഫ്യൂഡലിസത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. കേരളത്തിൽ കുറച്ച് പുറത്തു വന്ന് കാണും. പക്ഷേ ഇപ്പം മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ബീഹാറിലും ഒക്കെ വലിയ ഫ്യൂഡൽ സൊസൈറ്റി. ഭൂരഹിതരായ ആദിവാസികൾക്ക് വേണ്ടി വനാവകാശ നിയമം പാസാക്കിയത് വടക്കേന്ത്യയിൽ നടന്ന ആദിവാസി സമരത്തെ തുടർന്നാണെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലും ഇത്തരം സമരങ്ങൾ ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലാ ഗാന്ധി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജനാധിപത്യ ഇടങ്ങളുടെ വീണ്ടെടുപ്പ് ഗാന്ധിയൻ സമീപനം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഗാന്ധി സെന്റർ ചെയർമാൻ കെ.ജെ. അബ്രഹാം അധ്യക്ഷത വഹിച്ചു. വി.എം. അബ്ദുള്ള ഖാൻ, അഡ്വക്കേറ്റ് കെ.സി. ജോസഫ്, അഡ്വക്കേറ്റ് ജോൺ ജോസഫ്, അഡ്വക്കേറ്റ് ജോർജ് കുട്ടി കടപ്ലാക്കൽ, എൻ.കെ. രാജു, ഡോക്ടർ ഗ്ലോറി മാത്യു തുടങ്ങിയവരും സംസാരിച്ചു. ഐ4 ന്യൂസ്, പാലാ.